ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും എക്സാമിൻ്റെ തിരക്കും കാര്യമൊക്കെ ആയിരുന്നൊരു ടൈമാണെന്നറിയാം. സോ നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഹോൾസെയിൽ പർച്ചേസും കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൈസൂർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ നോമ്പെടുത്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്താവും എന്നുള്ളത്. ഒന്നാമത് ക്ലൈമറ്റ് ഭയങ്കര വെയിലും കാര്യമൊക്കെയാണ്. മൈസൂരും അതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി. നമ്മളിങ്ങനെ ലോങ് ഡ്രൈവ് ആണല്ലോ, ഒരു 6-7 മണിക്കൂർ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. പിന്നെ തിരിച്ചും അങ്ങോട്ട് എത്താനല്ലോ. അപ്പോൾ രാവിലെ തന്നെ അത്താഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5:30 ആ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 6 മണിയുടെ ഉള്ളിലായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ രണ്ടാളെയും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയതാണ്. അവൾക്ക് രാത്രി തന്നെ നൈറ്റിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ അവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവാനൊക്കെ കുറേ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഒരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് അവൻ എണീക്കുന്നത്. പിന്നെ അവൻ ആകെ ഒരു അന്തം വിട്ട അവസ്ഥയായിരുന്നു കേട്ടോ, ഞാനിപ്പോൾ എവിടെ എത്തി എന്നുള്ളത്. കാരണം അവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഉറക്കത്തിൽ നിന്ന് എടുത്ത് കിടത്തിയതൊന്നും. ഇവാൻ എണീറ്റാൽ പിന്നെ റാഹ എണീക്കാൻ ഒരു പണിയില്ല. കാരണം അവൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവളെ താനെ എണീക്കും. അങ്ങനെ 2 പേരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാനൊരു 9 മണി വരെയെങ്കിലും ഇവർ 2 പേരും ഉറങ്ങിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാണെങ്കിലും ഒരാളും ഒരു 8:30-ൻ്റെ ഉള്ളിൽ 2 ആളും ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഫോറസ്റ്റ് കൂടെ പോയപ്പം കുറേ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഈ ഒരു മാനുകളെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കുറേ മാൻകൂട്ടങ്ങളായിട്ട് കൂട്ടായിട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മാന് റോഡ് ക്രോസ് ചെയ്ത് പോകണത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. റാഹ ഇതൊക്കെ ഇപ്പം എന്താണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ മനസ്സിലാവുണ്ടോ എന്തോ, അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഉൾവിളിയാണ് നിങ്ങളിപ്പം കേട്ടോ. അങ്ങനെ നമ്മളൊരു 5-6 മണിക്കൂറത്തെ ആ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ കർണാടകയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനൊക്കെ ആയിട്ട് നമ്മൾ ഇവാനും റാഹക്കും ഫുഡൊക്കെ കൊടുത്ത് അവരെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഫ്രഷ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നോമ്പും അതിൻ്റെ കൂടെ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ, കരിഞ്ഞു പോകുന്ന വെയിൽ എന്നൊക്കെ പറയാം. അങ്ങനെ ഏതാണെങ്കിലും അവിടെ എത്തി എൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം റാഹ ആ ഒരു ടൈം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നാമത് വിശന്നിട്ടാവും, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും അവിടെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയുള്ള മൈസൂർ പാലസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ പർച്ചേസും കാര്യമൊക്കെ ചെയ്യുന്നതിൻ്റെ അവിടുന്ന് അധികം ദൂരമൊന്നും, അതുകൊണ്ട് തന്നെ ഇവിടെ കാണാമെന്ന് വിചാരിച്ചു. ആദ്യം സൂ കാണാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൂ ഒക്കെ കണ്ട് മടങ്ങുമ്പോഴേക്കും നമുക്ക് നല്ല ലേറ്റ് ആവും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഈ ഒരു മൈസൂർ പാലസ് പോയി കാണാമെന്ന്. ഞാൻ മൈസൂർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ പാലസ് കാണാൻ പോവാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും നടക്കാനേ പറ്റുന്നില്ല, കാരണം അത്ര വെയിലാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടെയൊക്കെ കണ്ട് സംഭവം കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ ആലോചിച്ച് പോയിട്ടോ. ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നോക്കുമ്പോഴും നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം 2 ആളുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ പാലസ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്നും അതിൻ്റെ ഭംഗി ഇതിലങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവാൻ എന്തൊക്കെ ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. റാഹ ഇവിടെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അവളുടെ ഫുഡ് കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമുക്ക് തിരിച്ചു വരണം. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊരുവിധം ചത്ത അവസ്ഥയായിരുന്നു. കാരണം അത്രയും വെയിലും നോമ്പൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെയാണെങ്കിൽ ഒരു കടൻ്റെ മുന്നിലൊന്നും നിർത്താനുള്ളൊരു സ്പേസും കൂടെ ഇല്ല. ഒരു വിധത്തിൽ നമ്മൾ അതൊക്കെ ഒപ്പിച്ചിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴി നമ്മളൊരു ഫോറസ്റ്റിലൊക്കെ എത്തുമ്പോഴായിരിക്കും ബാങ്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ.
ഇവിടുന്ന് ഫുഡും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഒന്നും നമുക്ക് പാർക്കിങ്ങിനൊരു സ്പേസും കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ വിട്ടു. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ട് ഒരു നിലമ്പൂർ ആ ഭാഗത്തെങ്ങാനും എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മൈസൂർ പോയ വിശേഷങ്ങൾ. എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോസും കാര്യമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.